മലയാളത്തിന്റെ സ്വന്തം മമിത ബൈജു അങ്ങ് തമിഴകത്ത് അരങ്ങുവാഴുകയാണ്. പ്രേമലുവിലൂടെ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനുമുള്ള സിനിമാ പ്രേമികളുടെ ആരാധനാപാത്രമായി മാറിയ മമിത ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ സൂപ്പർ താരമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ പുതിയ സിനിമയുടെ ഭാഗമാകുമ്പോഴെല്ലാം മമിത മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രേമലുവിലെ അഭിനയ ചാതുരി പ്രേമലു 2 കൂടി വന്നാൽ 10 മടങ്ങാകും എന്ന് വിശ്വസിക്കുന്നവരാണ് അധികം ആരാധകരും. പ്രേമലുവിന് ശേഷം മലയാളത്തിൽ അധികം കാണാതായെങ്കിലും ദക്ഷിണേന്ത്യയിലെ മറ്റു ഭാഷകളിലെ പാൻ ഇന്ത്യൻ താരമായി മമിത ചുവടുറപ്പിച്ചു കഴിഞ്ഞു. തമിഴാണ് മമിതയുടെ കഴിവുകൾ ഇപ്പോൾ പരമാവധി ഉപയോഗിക്കുന്ന സിനിമാ മേഖല. നിരവധി വേഷങ്ങൾ, വ്യത്യസ്ത കഥകൾ, പ്രമുഖ നായക നടന്മാരോടുള്ള പങ്കാളിത്തം എന്നിവ മമിതയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ പ്രദീപ് രംഗനാഥനൊപ്പം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കഥാപാത്രവുമായി ഡ്യൂഡ് എന്ന സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മമിത. റൊമാന്റിക് ഫൺ എന്റർടൈനർ ജോണറിൽ തിയേറ്ററിൽ കീഴടക്കുന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനാണ് നേടിയത്. കേരളത്തിലും മികച്ച ഓപ്പണിംഗ് നേടിയ ഡ്യൂഡ് മമിതയുടെ കേരളത്തിലെ ആരാധകർക്ക് കുറച്ചൊന്നുമല്ല ആഘോഷത്തിന് വക നൽകിയിരിക്കുന്നത്. റൊമാൻസും ഇമോഷണൽ രംഗങ്ങളും ഒരുപോലെ മികച്ചതാക്കിയിരിക്കുകയാണ് മമിത പ്രദീപ് ജോഡി. ഈ ദീപാവലി കാലത്ത് പ്രദീപ് രംഗനാഥനൊപ്പം മമിത ആരാധകരുടെ കയ്യടി വാങ്ങി മുന്നേറുകയാണ്. വമ്പൻ കളക്ഷനിലേക്കുള്ള യാത്രയിലാണ് ഡ്യൂഡ്. ഒപ്പം പ്രേക്ഷകരുടെ ഇഷ്ടം ഏറ്റുവാങ്ങി മമിതയും. മമിതയുടെ ജൈത്രയാത്രയ്ക്ക് ആവേശം പകരുന്ന ഒട്ടനവധി പ്രോജക്റ്റുകൾ അണിയറയിൽ തയ്യാറാവുന്നുണ്ട്. തമിഴകം മമിതയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ ആ ചിത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതിയാകും. ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രങ്ങൾ തമിഴ് സൂപ്പർ താരനിരയ്ക്കൊപ്പമാണെന്ന് മനസ്സിലാകും. വിജയിയുടെ വരാനിരിക്കുന്ന ചിത്രം, സൂര്യയുടെ പുതിയ ചിത്രം, ധനുഷിന്റെ അടുത്ത ചിത്രം, അങ്ങനെ പോകുന്നു ആ പട്ടിക. സൂപ്പർ താരങ്ങൾ ചിത്രങ്ങളിൽ മമിതയുടെ സാന്നിധ്യം ഏറെ പ്രതീക്ഷകൾക്ക് കാരണമായിട്ടുണ്ട്. മലയാള സിനിമയെ നെഞ്ചേറ്റി നടക്കുന്ന കോട്ടയം കിടങ്ങൂർക്കാരി പെൺകുട്ടിക്ക് തമിഴിലെ സൂപ്പർ നായികയാവാൻ പ്രേമലു ഒന്ന് മാത്രമേ വേണ്ടി വന്നുള്ളൂ. പ്രേമലു കണ്ട സംവിധായകരും നിർമ്മാതാക്കളും മമിതയുടെ മുൻ ചിത്രങ്ങളായ ഓപ്പറേഷൻ ജാവയും കൊക്കോയും സൂപ്പർ ശരണിയുമൊക്കെ പിന്നീട് കണ്ടിട്ടുണ്ടാവും എന്ന് തീർച്ച. മമിതയുടെ അഭിനയ മികവ് നന്നായി തെളിയിച്ച ചിത്രങ്ങളാണല്ലോ ഇവയെല്ലാം. ഇനിയിപ്പോൾ മമിത തമിഴ് സിനിമയുടെയും ദക്ഷിണേന്ത്യയിലെ ഇതര ഭാഷകളിലെയും ഇഷ്ട നായിക ആയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. കഴിവ് തെളിയിക്കാൻ ഒരുപാട് അവസരങ്ങൾ മമിത ബൈജു എന്ന നടിക്ക് ലഭിച്ചു കഴിഞ്ഞു. കിട്ടിയ വേഷങ്ങളെല്ലാം ഭംഗിയായി വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ മലയാളത്തിന്റെ സ്വന്തം നായികയ്ക്ക് കഴിയും. ഡ്യൂഡ് നൽകുന്ന പ്രതീക്ഷയും അത് തന്നെ. മലയാള സിനിമയിൽ ഇനി എപ്പോൾ മമിതയെ കാണാൻ കഴിയും എന്ന ചിന്തയിലാണ് കേരളത്തിലെ സിനിമാ സ്നേഹികൾ.